രജനി, അച്ഛൻ ബാംഗ്ലൂർക്ക് പോയിരിക്കുക. മാഡത്തോട് ചോദിച്ചിട്ടേ നമുക്ക് പിക്നിക്കിന് പോവാം. ഐ എം സോറി, ഞാൻ വരുന്നില്ല. വാടി വാടി എന്നിട്ട് എന്താ എല്ലാരും കൂടെ? മാഡം, ഇന്ന് ഹോളിഡേ അല്ലേ, ഞങ്ങൾ പിക്നിക്കിന് പോയിക്കോട്ടെ? പോകുന്നതിന് വിരോധമില്ല, പക്ഷെ എനിക്കൂടി വരാൻ സൗകര്യമില്ലാത്തോണ്ട് 5 മണിക്ക് മുൻപ് ഇവിടെ തിരിച്ചെത്തിക്കോളാം. എത്തിക്കോളാം. രജനി പോകുന്നില്ലേ? ഇല്ല മേട്ടൻ, എന്നെ കാണാൻ വിനോദം വരും. നീ ചേട്ടനെ കാത്തോണ്ട് ഇവിടെ ഇരുന്നോ. രജനി വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ പിന്നെ നിർബന്ധിക്കുന്നത്? നിങ്ങൾ പൊയ്ക്കോളൂ. പോട്ടേടി, വാ. രജനി, ചേട്ടനായിരിക്കും, ഫോൺ എടുത്തു. ഹലോ. ഹായ്, രജനി അല്ലേ? ചേട്ടനല്ലേ? അതെ ചേട്ടാ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇന്ന് എനിക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. ഡാഡി ബാംഗ്ലൂർക്ക് പോയിരിക്കുന്നു. നാളെ വരൂ. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നിരുന്നിരുന്ന് ബോറടിച്ചു വന്നേ. സാറൊന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ അങ്ങോട്ട് വരാനോ? ചേട്ടൻ ഇങ്ങോട്ട് വാ ചേട്ടാ, പ്ലീസ്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ഞാനിപ്പോ വരാം. വിനോദിന്റെ അടുത്ത് പോകണമായിരിക്കും അല്ലേ? ഒരു ദിവസം പോലും നിങ്ങൾക്ക് കാണാതിരിക്കാൻ വയ്യ. വേഗം ചെല്ലു, സന്ധ്യക്കുണ്ടെങ്കിൽ എത്തേണ്ടതല്ലേ. താങ്ക് യു. പോകാൻ ഡ്രൈവർ. സമയം വൈകിട്ടും രജനെ കാണുന്നില്ലല്ലോ. ചേട്ടനെ കണ്ടാ പിന്നെ ആ കുട്ടിക്ക് സമയത്തെ കുറിച്ചൊന്നും ഓർമ്മ കാണില്ല. എപ്പോഴും ഇങ്ങനെ താമസിക്കാറില്ല. ഹലോ, മിസ്റ്റർ വിനോദ് അല്ലേ? അതെ. രജനി വിനോദിനെ കാണാൻ വന്നിട്ട് തിരിച്ചു വന്നില്ലല്ലോ. എന്നെ കാണാൻ വന്നോ? നിങ്ങൾ ഫോൺ ചെയ്തുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് അയച്ചത്. ഞാൻ ഫോൺ ചെയ്തെന്നോ? എനിക്കൊന്നും അറിയില്ല മാഡം. അവളോട് വന്നിട്ടില്ല. ഞാനിതാ വരുന്നു. രജനി വന്നോ മാഡം? ഇല്ല, ഞങ്ങളെല്ലാം വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ അവൾക്ക് ഫോൺ ചെയ്തു ആരാ പറഞ്ഞത്? രജനി ഫോണിലൂടെ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ. ഇതിലെന്തോ ചതിയുണ്ട്. എനിക്ക് അവളെ കാണാൻ തോന്നുമ്പം ഞാൻ ഇങ്ങോട്ടൊന്ന് കാണുന്നല്ലേ പതിവ്. ഒരിക്കലും അങ്ങോട്ട് വിളിക്കാറില്ല. രജനി പോകാവുന്ന ബന്ധുവിടെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എവിടെ പോകാനാണ്? അതാണ് മനസ്സിലാകാത്തത്. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഞാൻ സെന്റ് മേരീസ് ഹോസ്റ്റലിലെ മേഡറാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിലെ രജനി എന്നൊരു പെൺകുട്ടിയെ കാണാനില്ല. എന്ത് സംഭവിച്ചു എന്നറിയില്ല. ആ കുട്ടിയുടെ ഫോട്ടോ അഡ്രസ് വല്ലതുണ്ടോ? ഫോട്ടോയോ? ഫോട്ടോയോ അഡ്രസ് ഞാൻ ഉടനെ എത്തിക്കാം. പ്ലീസ് ഒന്ന് വേഗം അന്വേഷിക്കണം. ശരി.
എന്റെ രാജേട്ടൻ ഇന്നും ഫോൺ ചെയ്തിരുന്നു. ആ ശബ്ദം കേട്ടാൽ ഞാൻ എന്നെ തന്നെ മറക്കുന്നു. മാഡം, എന്റെ രാജേട്ടനും രജനിയും തമ്മിൽ സ്നേഹമാണ്. രജനിയെ കണ്ടുകിട്ടിയില്ലെങ്കിൽ രാജേട്ടന്റെ ജീവിതവും തകരും. കുട്ടി എൻ്റെ കൂടെ വരൂ. ഹലോ, എന്താ മാഡം? പോലീസ് അന്വേഷിച്ചിട്ടും ഒരു വിവരമില്ലെന്നോ? സാർ കാപ്പി, സാർ കാപ്പി. കുഞ്ഞ്, ചായ. ചായ. കുഞ്ഞിന്നൊന്നും കഴിച്ചില്ലല്ലോ. എനിക്കൊന്നും വേണ്ട. മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല കുട്ടപ്പ. എന്റെ രജനി. എല്ലാം എനിക്കറിയാം കുഞ്ഞ്. എങ്കിലും ഇങ്ങനെ സങ്കടപ്പെട്ടതുകൊണ്ട് എന്താ കാര്യം? കുഞ്ഞിങ്ങനെ പട്ടിണി ഇരിക്കുമ്പോ ബാക്കിയുള്ളവർക്കും കൂടി വിഷമം. ചായ എടുത്ത് കുടിക്കൂ കുഞ്ഞ്. എന്റെ സഹോദരിയെ കാണാതായിട്ട് 3 ദിവസങ്ങളായി ഇൻസ്പെക്ടർ. ഇതുവരെ നിങ്ങൾക്ക് ഒരു വിവരമില്ലെന്നോ? മിസ്റ്റർ വിനോദ്, നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒട്ടും താമസിക്കാതെ നിങ്ങളുടെ സഹോദരി കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിരിക്കട്ടെ, നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ? എന്റെ അറിവിൽ ആരുമില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ കഴിവുകളും ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കും. താങ്ക് യു ഇൻസ്പെക്ടർ. ഞാൻ വരട്ടെ. എന്താ വിനോദ്? എവിടെയാണ് എന്റെ പെങ്ങള്? എന്റെ പെങ്ങളെവിടെയാണ്? നിന്റെ പെങ്ങളോ? ഏയ്, ഇവന്റെ പെങ്ങളെ ഒന്ന് കാണിച്ചുകൂട്.
എന്റെ പെങ്ങൾ എവിടെയല്ലോ എന്റെ കൂടെ വരൂ. ഞാൻ കാണിച്ചു